റിയൽ റേസ്. സിനിമയുടെ പേരറിയോ? വണ്ടിയിൽ സീറ്റ് ഉള്ളതുകൊണ്ട് കയറിയതാണോ? ഞങ്ങതേ പടം കാണാൻ വേണ്ടി പോണേണ്. നല്ലോണം ലേറ്റ് ആയി. 8:30 പടം. ഇപ്പൊ 8 മണിയായി. ഇപ്പൊ ഒരാള് ഫോണും വിളിച്ച് ഷോ കാണിച്ച് നടന്നു വരുന്നുണ്ട്. ഇവിടെ വിഷ്ണു ചേട്ടൻ ഭയങ്കര ടെൻഷനിലാണ്. ഞങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് 8:30 ആവുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് 8:30 ആവുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ ക്ഷേണായിസില് അറിയാൻ പാടില്ലെത്തുന്നു. അപ്പൊ ഇവിടെ ഒരാളും കൂടി ഉണ്ട്, ഒരു സീറ്റും കൂടി ബാക്കിയുള്ളവർ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു. എന്താണൊക്കെ ഞാൻ പറയുന്നുണ്ട്. എന്താണെങ്കിലും ഞങ്ങൾ ഭയങ്കര തിരക്കിലാണ്. ഇവനെ കൊണ്ട് അതെന്ത് പരിപാടിയാണ്? വിഷ്ണു ഞാൻ ആരുണ്ടല്ലേ ഞങ്ങൾ സ്റ്റില്ല് പോയിക്കൊണ്ടിരിക്കണേണ്. ഇതുവരെ തിയേറ്റർ എത്തിയിട്ടില്ല. എന്താണ് പറ? ഇപ്പൊ എത്തും. ഒരു 1/2 മണിക്കൂറും കൂടി ഉള്ളൂ. സിനിമ ഒരു 15 മിനിറ്റ് തുടങ്ങുകയും ചെയ്യും. നമുക്ക് നമ്മള് പടം ദൃശ്യം എനിക്കറിയില്ല. അങ്ങനെ പറയല്ലേ പറ. റൈഫിൾ ക്ലബ് ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഷോ, ലാസ്റ്റ് കാണുന്ന ആൾക്കാര്. ഇല്ല നമ്മ എത്തും. ഇവിടെ വന്നുണ്ട്. അവിടെ വൻ പൊളിയാണ് മോനെ. വിറ്റേക്ക് അങ്ങട്. നമുക്കിപ്പൊ ലക്ഷ്യ റൈഫിൾ ക്ലബാണ്. ക്യാമറ ചെറിയ എന്തൊക്കെയോ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വല്ലാണ്ട് കിടക്കണാണ്. ഓ ക്യാമറയുടെ അല്ലത്, ഗ്ലാസിന്റെ. ഗ്ലാസ് വൃത്തിയുടെ ഗ്ലാസ് ആയിരുന്നു. സോറി, എന്റെ ക്യാമറക്ക് ഒരു കുഴപ്പമില്ല. ക്ലാസ്സിനെ പറഞ്ഞവൻ വൈകുമെന്ന് ഞാൻ എന്ത് ടൈം ചെയ്ത് ഇറങ്ങിയെന്നറിയോ? തൊലച്ചില്ലേ കൂടെ. ചുമ്മാ പറഞ്ഞ കണ്ട. അങ്ങനെ പുള്ളി എന്നെ വെറുതെ ഊളാന്നൊക്കെ വിളിച്ചിരുന്നു. ഞാൻ എനിക്കറിയാൻ പാടില്ല. ഞാൻ ഹൈലൈറ്റ് പീക്കു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പറയാല. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പോട്ടെ ഇതിലൊന്നൊരു കാര്യമില്ല കേട്ടോ. ഓടിക്ക് മോനെ. റിയൽ റേസ്. സിനിമയുടെ പേരറിയോ? വണ്ടിയിൽ സീറ്റ് ഉള്ളതുകൊണ്ട് കയറിയതാണോ? റൈഫിൾ ക്ലബ്. ആഷിഖപ്പും മറ്റേ ഹനുമാൻ കൈനൊക്കെ ഉള്ള പടം. അത് കണ്ടായിരുന്നല്ലേ? ഏത് സിനിമയെന്ന് പറഞ്ഞില്ലല്ലേ? ഇവളെ വിളിച്ചിട്ട് ഇവള് എടുത്തില്ല. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത്. എന്നിട്ട് അത് കഴിഞ്ഞപ്പോ ഇവിടെ തിരിച്ചു വിളിച്ചു. ഞാനിങ്ങനെ നീ സിനിമയ്ക്ക് വരണമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. പിന്നെ 8:30 ഷോ ആണ്. നമുക്കെന്താ ഇവക്ക് 8 മണി കഴിഞ്ഞാൽ പിന്നെ കർഫ്യൂ എന്നാണ് നമ്മുടെ വിചാരം. 8:30 ഷോ. ഞാൻ നിനക്ക് ഇനിയും വേണമെങ്കിൽ വരാട്ടോന്ന് അറിയില്ല. അവള് വിളിച്ചിട്ട് ഞാൻ നാളെ 8:30 സിനിമയ്ക്ക് പോട്ടു. സത്യം പറഞ്ഞ വെറുതെ ചോദിച്ചതായിരുന്നു. പുതിയ ബൈക്കു മോനെ. എന്തോ സംഭവിച്ചിട്ടുണ്ട് മോനെ. എന്താ മാറ്റങ്ങളുടെ തുടക്കം എന്നൊക്കെ. ഓക്കെ, ഒന്ന് പറ. വിഷ്ണുചേട്ടന് 2025 ഇതെന്താ? എന്തൊക്കെയാണ് ഏറ്റവും വേണം? എന്റെ കഥയും പറയണം. മൾട്ടി ടാസ്ക് അല്ലേ? 2025 മാറ്റങ്ങളുടെ വർഷമായിരിക്കും പലർക്കും. പക്ഷെ എനിക്ക് നിങ്ങളായിരിക്കും. ഇല്ല, 2025 കുറച്ച് മാറ്റി പിടിക്കാനുണ്ട്. ഒരു പെണ്ണിന്റെ സാധ്യത ഉണ്ട്. ശശിന്ന് പറഞ്ഞ ഞാൻ ക്യാമറ ഇരിക്കുമ്പോ അപ്പുറത്തൊരു കരയൂട്ടാ. എന്താ പറഞ്ഞേ? വിഷ്ണു 35 വയസ്സാകാതെ പെണ്ണ് കിട്ടൂലെന്ന്. അതൊന്നും കിട്ടുമെന്ന് ദൈവത്തിന് അറിയാം. മോനെ, അവള് പ്രാഗീതാണ് സത്യം പറഞ്ഞാണോ? ഓക്കെ, ഞാൻ ക്യാമറയിൽ പിടിക്കുന്നുണ്ട്. മോനെ, ആ വളയം വളക്കണ വളക്കല് കണ്ട. എന്ത് കോമഡിമാരാണോ? ഇവിടെ വിശേഷങ്ങൾ സംസാരിക്കണം അവര്. സോറി, കട്ട്. ഇനി വിശേഷങ്ങൾ പറയാനുണ്ടോ? ഒന്നുകൂടി കട്ട് ചെയ്യാൻ. എന്താണ്? കിങ്ങിണീനെ ഞാൻ ഇടക്കിടക്ക് കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെ അതാ സുഹൃത്തുക്കളെ ഞങ്ങൾ കല്ലൂർ എത്തിയിരിക്കുകയാണ്. കല്ലൂർ സ്റ്റാൻഡിന്റെ പക്കം. ഈ സാധനം ഭയങ്കര ബോറായിട്ട് കേട്ടോ. ഈ വൈപ്പറിന്റെ പാട്
കുഴപ്പമില്ല, നമ്മ അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. ചോറ് ഞാൻ തുടച്ചിട്ട് പടം തുടങ്ങാൻ ഇനി 5 മിനിറ്റ് ഉള്ളൂ. തുടച്ചിട്ടൊക്കെ പോയാല എല്ലാ വട്ടവും വണ്ടി കയറിയിട്ട് വണ്ടിക്ക് ഇല്ലാത്ത പ്രശ്നമില്ല. എന്നിട്ട് വണ്ടീനെ കുറ്റം പറയാ, വണ്ടീനെ ഇല്ലാണ്ടാക്കുക, എന്നെ ചെറുതാക്കി കാണിക്കുക. ചെറുതായിട്ട് കാണിച്ചതുമില്ല. എന്താണ് ചേട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എനിക്ക് സിനിമ സങ്കടാവും. എനിക്ക് ഞാൻ എന്തെന്നെ ഞാൻ പറയാം, എന്റെ സമയം നോക്ക്. അയ്യോ ഇതെന്താ 0 നീ കാണിക്കണേ സുഹൃത്തുക്കളെ. എന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ആഡ് കളിക്കുമ്പോ തിയേറ്ററിലുണ്ട് ആഡ് കാണാൻ ആട് കണ്ടാ മതിയായിരുന്ന. ആഡ് കാണരുത്. അതല്ല, സിനിമയുടെ സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോ ഞാൻ അവിടെ ഇങ്ങനെ അത് കണ്ടാ മതി. പടം കണ്ട പടം കാണണ്ടേ? പടം കാണണ്ടേ? സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്തെന്നാ അവര് കാണിക്കാ സിനിമയില്? അല്ല നിങ്ങൾക്ക് കാണേണ്ടതാന്നല്ലേ പറഞ്ഞ. നീ എന്തോ അല്ല അതൊക്കെ ഷാരൻ. സിനിമയും കഴിഞ്ഞ് 2 സീനും കഴിഞ്ഞാല് അവള് തുടങ്ങി കഴിഞ്ഞിട്ട് 2 സീനും കഴിയുമ്പോ പയ്യെ ടോർച്ച് അടിച്ച് സൈഡിൽ കൂടി ഒരു സാധനം വരുന്നുണ്ടെങ്കിൽ അത് ഷാര. ഷാരില്ലാത്ത സമയം നോക്കിയാ അവള് കുറ്റം പറഞ്ഞണ്ട. മഞ്ഞ് ലെഫ്റ്റ് എടുത്തോ? ലെഫ്റ്റ് എന്തായാലും എടുത്തോ എത്തി. അവിടെ ചെന്ന് അടയിരിക്കാനല്ല ഇവിടെ ഇറങ്ങി പോവാം. പക്ഷെ വെറുതെ മോനെ എന്റെ ഇപ്പോഴും 0 സമയം. 8:12. 8:12 ഒരു 10-15 മിനിറ്റ് ആഡില്ല. 10 മിനിറ്റ് ആഡില്ലേ ഇവിടെ? അങ്ങനെ ആഡില്ല. റിക്ലൈനർ ആയിട്ടോ. എനിക്ക് എന്താ ചെയ്യുന്നറിയോ, എനിക്ക് അതിലും ടെൻഷൻ. ഇനി അവിടെ പാർക്കിംഗ് ഒരു ചടങ്ങായിരിക്കില്ലേ? ചടങ്ങിൽ നമുക്ക് റോഡിന്റെ അവിടെ നിർത്താൻ പറ്റും, നോക്കാം. ഒതുക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടാവും. പാർക്കിംഗ് ഉണ്ടല്ലോ അവിടെ. ഉണ്ടോ? ഉണ്ടിട്ടില്ല. Guys, with 10 minutes left to spare, നമ്മള് എത്തി. പക്ഷെ ഇനി വണ്ടി പറിക്കാൻ അരമണിക്കൂറാണ് പോകുന്നത്. ഞാൻ ചിന്തിക്കാണ്ടിരിക്കുക. എല്ലാ പേരും ചിന്തിക്കണ്ടേ? ഇവിടെയാണ് നമ്മ സിനിമ ഇരുന്ന് ചൂണ്ടിക്കാണിച്ച സമയം കളാ. മോനെ മാറ്റി വെച്ചാനെ. എടാ ഇവനെന്ത് ഡൂളീഷാണ്. വിഷ്ണു ചേട്ടൻ പറഞ്ഞ തീപ്പൊരി കളിയാണ്. ഫൈനലി നമ്മൾ തിയേറ്ററിൽ എത്തിയിരിക്കുന്നതാണ്. ഗോയ്സ് 50 രൂപ കാർ പാർക്കിംഗ് ഒക്കെ എടുത്തിട്ടുണ്ട്. വെറുതെ വിഷയം ഇതാണ് കാർ പാർക്കിംഗ് കൊടുത്തേ. നേരെ പോയിട്ട് ലെഫ്റ്റ് റൈറ്റ് പോകാൻ പറഞ്ഞതാണ്. എന്നിട്ട് ഇത് കൊടുത്തിരുന്നെങ്കിൽ അവിടുത്തെ കഫേന്ന് റെസ്റ്റോറന്റിൽ നിന്ന് പൈസ തിരിച്ചിട്ടെന്നാണ് ഒരു പറയണത്. ഞങ്ങക്ക് പാർക്കിംഗ് കിട്ടി. ഞങ്ങൾ ഇപ്പൊ പടത്തിന് കയറും. ബാക്കി നമുക്ക് ഇറങ്ങിയിട്ട് കാണാം. സമയമില്ല. പക്ഷെ എന്നാൽ നമ്മൾ നേരത്തെ എത്തി. ഒടുവിലത്തെ ഓ മോൻ തിയേറ്ററിലെത്തി. കണ്ടിട്ട് കാണാം. പ്രൊജക്ടറിനെ തൊട്ട് താഴെ പൊടിയോട് അപ്പൊ നമ്മുടെ തിരക്കിന്റെ ഒക്കെ എല്ലാം ഒടുവിൽ പടം കണ്ടു ഇറങ്ങി. എന്താണ് അഭിപ്രായം? ഒന്നും പറയാനില്ല, ചുമ്മാ ചീത്തപ്പൊളി പടം. ഹൈ ഓൺ സ്റ്റൈൽ ഒന്നും പറയാതെ. ഹൈ ഓൺ സ്റ്റൈൽ അതാണ് എന്റെ ഫസ്റ്റ് സാധനം മനസ്സിലേക്ക് വരുന്നത്. ഹൈ ഓൺ സ്റ്റൈലാണ്. പ്ലോട്ടൊക്കെ ഭയങ്കര സിമ്പിൾ പ്ലോട്ടാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയാ, ആഷിഖ് കപൂർ അമൽ നീരത് ട്രൈ ചെയ്ത പോലെ തോന്നുന്നു. ആൻഡ് ഇറ്റ് വർക്ക്ഡ് ഔട്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കണ്ട സാധനം. തിയേറ്ററിൽ വൈൽഡ് വെസ്റ്റേൺ കാട്ടാണ്. ഹനുമാൻ കൈൻ എങ്ങനെയുണ്ട് പടത്തില്? എനിക്ക് ഇത് പറ, എനിക്ക് പറഞ്ഞില്ല. ഹനുമാൻ കൈൻ്റെ എങ്ങനെയായിരുന്നു സത്യം പറഞ്ഞ? ഹനുമാൻ കൈൻ്റെ മറ്റേ ഒരു ഫസ്റ്റ് മൂവിക്ക് ശരിക്കും നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ. പിന്നെ പുള്ളിക്ക് അങ്ങനെ അധികം വേറൊരു ക്യാരക്ടർ ഉള്ളിലേക്ക് ടാപ്പിലൊന്നും ചെയ്യേണ്ടി വന്നു എനിക്ക് തോന്നുന്നില്ല. പുള്ളി ശരിക്കും പുള്ളിയുടെ ഡയലോഗ് റെൻഡറിങ്ങോ അതൊക്കെ ശരിക്കും പുള്ളി സംസാരിക്കുന്ന രീതിക്ക് തന്നെ. പിന്നെ എന്താ പറയാ, സീൻ പടമായിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ദിലീഷ് പോത്തനാണ് ഈ പടത്തിലെ മെയിൻ. പുള്ളിയുടെ ഡയലോഗ്സ്, ദി ബെസ്റ്റ് ഡയലോഗ്സ് എഴുതിയേക്കുന്നത് മൊത്തം അത് മറ്റേ ഇതിന്റെ എഴുതിയേക്കുന്നവരാ നമ്മുടെ ഇയാളല്ലേ, ശ്യാം പുഷ്കർ.
ബെസ്റ്റ് ഡയലോഗ്സ് ഒക്കെ എഴുതിയേക്കുന്നത് ദിലീഷ് പോത്തനാണ് കേട്ടോ. കിണ്ണൻ റെൻഡറിങ് ആണ്, നല്ല കാസ്റ്റിംഗ്. അതെ, എനിക്ക് പേഴ്സണലി 2-3 സ്ഥലത്ത് കുറച്ച് സ്ലോ മോഷൻ അതിപ്രഷർ അടിച്ചു. അതർവൈസ് പടം ലൈക്ക് ഇറ്റ്സ് എ കംപ്ലീറ്റ് എന്റർടൈനർ. ഇയാൾ ഇതുവരെ ഇങ്ങനെ ഒരു സാധനം ട്രൈ ചെയ്തിട്ടില്ല. ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ശരിക്കും. കാരണം ഇറ്റ്സ് എ സ്മോൾ മൂവി. സാധാരണ മലയാളം പടങ്ങളുടെ ഒരു ലെങ്ത് ഇല്ല. അത് പടം അത്ര നന്നായതുകൊണ്ട് നമ്മൾ അറിയാത്തതാണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്തായാലും 2 മണിക്കൂർ ഉണ്ടായിരുന്നുള്ള പടം 2 മണിക്കൂർ, 1 മണിക്കൂറിൽ ബ്രേക്ക് ആയി. വെരി സിമ്പിൾ. അതാ വേറെ ഭയങ്കര പ്ലോട്ട് ട്വിസ്റ്റും മറ്റേ നിങ്ങള് ഈ വൺ ത്രില്ലറിലൊക്കെ പ്രതീക്ഷിക്കുന്ന പോലത്തെ ലാസ്റ്റ് മിനിറ്റ് ട്വിസ്റ്റ് ഒന്നും പ്രതീക്ഷിക്കരുത്. പക്ഷെ ഇതിനകത്ത് വേണമെങ്കിൽ സെക്കൻഡ് പാർട്ട് ഇറക്കാം. റൈഫിൾ ക്ലബിന്റെ ഹിസ്റ്ററി പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാം. അത് പൊളിയായിരിക്കും. ഇതെങ്ങനെ തുടങ്ങി എന്നുള്ള കഥ ഇതൊക്കെ പറഞ്ഞാല്. പക്ഷെ അതിന്റെ ഇപ്പൊ എനിക്ക് വർക്കായി കൊള്ളാം. പിന്നെ റെക്സിഡന്റ് മ്യൂസിക് അടിപൊളി, ഒന്നും പറയാനില്ല. ചില സീൻസ് ഒക്കെ എലിവേറ്റ് ചെയ്തേക്കുന്നതിന്റെ അയാളുടെ റോള് ചെറുതല്ല, വലിയ എലിവേഷൻ ആണ് ശരിക്കും. നമുക്ക് പിന്നെ ആഷിഖ് അബുവിന്റെ ഒരു DOP പരിപാടി കൊള്ളാം. ഇത് ഭാവിയിൽ ഇനിയും ചെയ്യാവുന്ന ഡ്യൂക്കാണ്, ഇനിയും ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ ഓൾ ഇൻ ഓൾ ഡോണ്ട് മിസ് ദിസ് ഇൻ തിയേറ്റേഴ്സ്. എന്തായാലും ഒരു തിയേറ്റർ സംഭവമാണ്, മറക്കാണ്ട് കാണാം. പൊളിമൂട് ഐറ്റം, അടിപൊളി സാധനം ഉണ്ടാവും. ചിന്നപ്പൊളി സാധനം. 2 മണിക്കൂർ വേർത്താണ്. ഫുള്ളോ. അതെ. പീക്കും എന്താണ്? പീക്കും എന്തായിരുന്നു മറ്റേ അത് കൊറേ ആൾക്കാർ ഇഷ്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് തോന്നുന്നു ഇല്ലേ? ഡബിൾ മീനിങ് പറ്റുന്ന മനസ്സിലാവുന്നവർക്ക് കുറെ കൂടി പടം എൻജോയ് ചെയ്യാൻ പറ്റും. അതെ 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 അതെ. എപ്പോഴും ഡബിൾ മീനിങ് തീരെ അറിയാത്തവര് പോയാൽ ചില സമയത്ത് ഡബിൾ മീനിങ് അറിയാമെങ്കിൽ ഈ പടം തറലി എൻജോയ് ചെയ്യും. ചിന്ന ഭയങ്കര ആ റൈറ്റിംഗ്സ് ഒക്കെ അതുപോലത്തെ സാധനമാണ്, ഫുള്ള് ചിരിക്കാനുള്ള വകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് അറിയാം, ഈ പടം ഇവൻ ഇൻ ഇറ്റ്സ് മോസ്റ്റ് സീരിയസ് മൊമെന്റ്സ് ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇറ്റ് സെൽഫ് അത്രയും സീരിയസ് ആയിട്ട്. നമ്മൾ ഭയങ്കര മറ്റേ ആ സീനിലിരിക്കുമ്പോഴാണല്ലോ പെട്ടെന്ന് മറ്റേ പൊന്നമ്മ ബാബുവിനെ മറ്റേ കബേർഡ് ഓർമ്മിച്ചു പുള്ളിക്കാരി ആ ഇരിക്കുന്ന സീനിലൊക്കെ അപ്പൊ അതാണ്. അപ്പൊ ഡയറക്ടറിന് നമ്മള് ഒരു പോയിന്റിലും ഒരു ചിരി വിട്ടിട്ട് ഒരു പുള്ളി അതിനകത്ത് ആ കോമിക് എലിമെന്റ്സ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സോ ദാറ്റ് മൂവി ഡസ് നോട്ട് ടേക്ക് ഇറ്റ് സെൽഫ്. അവര് തമ്മിലുള്ള സംഭാഷണം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇവിടുത്തെ മെയിൻ അതോറിറ്റി ആരാന്ന് വെക്കുമ്പോഴുള്ള സെക്രട്ടറി, നമ്മള് മറ്റേ തഗ്ഗരിക്കുന്ന സമയത്തൊക്കെ വരണത് വിറ്റാണ് വരണത് മൊത്തം. ആ ഡിന്നർ സീനൊക്കെ പൊളിയാണ്. ക്ലൈമാക്സിൽ എല്ലാരും വന്നതും അത് പ്രെഡിക്റ്റ് ആയിരുന്നു. അത് ഞാൻ ചുമ്മാ എനിക്ക് തോന്നിയത് സാധനം കൊള്ളാം. അതല്ല സ്റ്റാർട്ട് ടു എൻഡ് നമുക്ക് പടം തുടങ്ങുമ്പോൾ തന്നെ അറിയാം ഇത് എന്താണ്. ആ പടത്തിന്റെ പേര് തന്നെ ഇറ്റ് ഗിവ്സ് യു വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദി മൂവി എന്നുള്ളത്. പക്ഷേ ഈ സാധനം അത് കുറെ ഫൺ എലമെന്റ്സ് അതെങ്ങനെ പുൾ ഓഫ് ചെയ്തേക്കുന്നത് കാണാൻ തന്നെയുണ്ട്. ടെക്നിക്കൽ ക്രാഫ്റ്റ് പൊളിയായിട്ട് ഒന്നും പറയാനില്ല, അടിപൊളി 3 സാധനം. അതിനകത്ത് മറ്റേ ഓരോ ഷോർട്സും കാണിക്കില്ലേ, ഇവര് കണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യുമ്പോ ഇവരുടെ ആ ഓരോ ഡയലോഗ് ഇതാണ് നാത്തുമ്പർ, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കണ്ണ് വെച്ചിട്ടുള്ള പലരുടെ സീൻ ഇറങ്ങാൻ പൊളി സാധനം. അതെ അതെ അതെ. പക്ഷെ എനിക്ക് അഗൈൻ ക്ലബ് അണ്ടർ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ ദിലീഷ് പോത്തന്റെ ടീമിന്റെയും എൻട്രി അത് വിഷയമായിരുന്നു മൂട് സാധനം. അതെ അതെ. പിന്നെ ഇത് ഉറപ്പായിട്ടൊരു ക്രൗഡിന്റെ കൂടെ ഇരുന്ന് കാണുമ്പോ നമ്മൾ കുറെ കൂടി എൻജോയ് ചെയ്യും കേട്ടോ. അതെ അതെ. മറ്റേ സീനിലൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തില്ല, അപ്പൊ എല്ലാരും ഒരുമിച്ച സൗണ്ട് ഒക്കെ ഉണ്ടാക്കി, അതൊക്കെ വിഷയമായിരുന്നിട്ടാ എല്ലാരും. അതുകൊണ്ടാണ് തിയേറ്റർ വാച്ച് എന്ന് അത് ഭയങ്കരമായിട്ട് അങ്ങനത്തെ ക്രൗഡിലും പോയിരുന്ന് കാണും. ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് മെലിറ്റു ആയിട്ടുള്ളവരുടെ ഇടയിൽ പോയിരുന്ന് പടം കാണാതിരുന്ന ചിലപ്പോ പറ്റില്ല. നല്ല തറ വേല വൻ സാധനം കിട്ടും. ഒരു ചോറിയാനുണ്ടായിരുന്നു പക്ഷെ തിയേറ്ററിൽ. വെറുതെ കിടന്നിട്ട് ഗുണഗുണാന്നും പറഞ്ഞ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. മിണ്ടട വിജയരാഘവ
എന്തായാലും പണ്ടാണെന്ന് വിചാരാകാണ്. പിന്നെ പിന്നെ അത് മറ്റേ മറ്റേ ഗണ്ണിന്റെ ഷൂട്ട് ചെയ്യാനോ ട്രിഗർ ചെയ്യാനായിട്ട് പോണവന്മാര് കാണുമ്പോ തന്നെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് അവന്മാര് സീനാണെന്നാ പറയണവന്മാര്. ഷൂട്ടേഴ്സാണ് അത്. കൊറേ കിട്ടില്ല സീൻസ് ഉണ്ട്, കൊറേ കിട്ടില്ല ഷോർട്സ് ഉണ്ട്. എന്തായാലും മിസ് ചെയ്യരുത്, പോയി കാണണം. ക്രിസ്മസ് ട്രീറ്റ് ആണ്. അതെ 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 ഉറപ്പായിട്ടും. ഭയങ്കര ഡാർക്കൊന്നും അല്ല പടം. 2024 മലയാളം സിനിമയുടെ വർഷമായിരുന്നു എന്നാണ് പൊതുവെ പറയുന്നത്. നമുക്ക് തുടക്കം തൊട്ട് പ്രേമയുഗം എല്ലാം പുതുവെള്ള ടോക്ക്. അതിനൊരു സ്ട്രോങ് എൻഡ് തന്നെ. ഒരു ഈ വർഷം അവസാനിപ്പിക്കാൻ പറ്റിയ പ്രോപ്പർ എന്റർടൈനർ. ഒരു പടം കൂടി വന്നുണ്ട്. അതെ, ഷാപ്പ് പ്രാവൻകുടി ഷാപ്പ് നെക്സ്റ്റ് ഇയർ ഉണ്ടോ? ആണോ ഈ വർഷമല്ലേ? അടുത്ത ആഴ്ച ബറൂസ് ഇറങ്ങും. നാളെ മാർക്ക് പറയുന്നത്. മാർക്ക് കൊണ്ട് ഇങ്ങനെ ഉണ്ടാവുന്നത് മാർക്ക് ഉണ്ട്. പക്ഷേ കൊള്ളാം. അതെ അതെ മൂഡ് പൊളി പൊളി അടിപൊളി. ടോക്കി തീർത്ത് പറഞ്ഞു. സൂപ്പർ. അതിനകത്ത് ഒരാളിനെ വലിയ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെന്ന് പറയട്ടെ? അപ്പൊ ആള് ഈ പടത്തിന് പൊളിയാണെന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞ അപ്പൊ അങ്ങനെ എന്തായാലും അടിപൊളി പടം. എന്തായാലും കാണും.